നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. തൃശൂർ പൂരം ആനകൾക്കുള്ള പട്ടയും കുടമാറ്റത്തിന്റെ കുടയും പോലീസ് തടഞ്ഞു. ദൃശ്യങ്ങൾ പുറത്ത്. കാവലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വനിതകൾക്കും കുട്ടികൾക്കുമായി നടത്തുന്ന സെൽഫ് ഡിഫൻസ് പരിശീലന ക്യാമ്പിന് തുടക്കമായി. നെടുമ്പാൾ കോന്തിപുരം പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചി മറിഞ്ഞു മുങ്ങിപ്പോയ 4 പേരെ കർഷകൻ രക്ഷപ്പെടുത്തി. നെടുമ്പാൾ സ്വദേശി ചെമ്പിരി മോഹനാണ് കുട്ടികൾ അടക്കമുള്ളവർക്ക് രക്ഷകനായത്. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കനത്ത ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് വേനൽ മഴ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരം പ്രതിസന്ധിയിൽ ആക്കിയതെന്ന വിമർശനം ശക്തമാകുന്നതിനിടെ ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലാണ് പട്ടയും കുടയും കൊണ്ടുവരുന്നവരെ തടഞ്ഞത്. എടുത്തു കൊണ്ടുപോടാ പട്ട എന്ന് കമ്മീഷണർ കയർക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തിരുവമ്പാടിയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുട കൊണ്ടുവന്നവരെയും പോലീസ് തടഞ്ഞു. എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നാണ് കമ്മീഷണറുടെ വിശദീകരണം. പൂരം പ്രതിസന്ധിയിൽ അന്വേഷണം വേണമെന്ന് 3 മുന്നണികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പൂരം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഗൗരവമേറിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവിച്ച കാര്യങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ദേവസ്വങ്ങളുടെ പരാതിക്കൊപ്പം മാധ്യമപ്രവർത്തകർക്ക് നേരെ ശരിയല്ലാത്ത നടപടിയുണ്ടായി എന്ന പരാതിയുമുണ്ട്. അത്തരം പരാതികളെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തും. വിഷയത്തെ ഗൗരവമായി കാണുന്നുവെന്നും കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ DGPക്ക് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൂരത്തിനിടയിലെ പോലീസ് നടപടിയിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ട് അതൃപ്തി അറിയിച്ചു. കാവലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും തൃശൂർ റൂറൽ പോലീസ് വനിതാ സെല്ലും സംയുക്തമായി വനിതകൾക്കും കുട്ടികൾക്കുമായി നടത്തുന്ന സെൽഫ് ഡിഫൻസ് പരിശീലന ക്യാമ്പിന് തുടക്കമായി. തൃശൂർ റൂറൽ വനിതാ സെൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് TILC ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് അംഗങ്ങളായ രാജു കിഴക്കൂടൻ, MR റെജിൽ, ജസ്റ്റിൻ കാവല്ലൂർ, PR ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ASI MC ബിജു, വിമൺ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജമോൾ, ജിജി തോമസ് എന്നിവർ ഡിഫൻസ് പരിശീലനത്തിന് നേതൃത്വം നൽകി. പൊതുയിടങ്ങളിലും സ്വകാര്യയിടങ്ങളിലും സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ എങ്ങനെ തരണം ചെയ്യണം, ആത്മവിശ്വാസത്തോടെ എങ്ങനെ അവയെ നേരിടണം, തുടർന്ന് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് വ്യാപനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. യുവോക്ക കഥകളി എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ കരാട്ടെ, ഡാൻസ്, മ്യൂസിക് എന്നിങ്ങനെ ഒത്തിരി ഐറ്റംസ് അവിടെ പഠിപ്പിച്ചു വരുന്നത്. നമുക്ക് അവിടെ 300-ലധികം കുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇന്നത്തെ ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന അവസ്ഥയിൽ അവർക്കെതിരെ സെൽഫ് ഡിഫൻസ്, അതായത് നമ്മൾ തന്നെ എന്തെങ്കിലും ആ അത്യാവശ്യ കാലഘട്ടത്തോ ആപത്ത് സമയത്തോ അല്ലെങ്കിൽ അവരുടെ വേളയിലൊക്കെ നമുക്ക് സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമായിട്ടുള്ള വ്യായാമ മുറകളോടൊപ്പം തന്നെ എൻ്റെ പേരിൽ നമ്മുടെ ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തി. നെടുമ്പാൾ കോന്തിപുരം പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചി മറിഞ്ഞു മുങ്ങിപ്പോയ 4 പേരെ കർഷകൻ രക്ഷപ്പെടുത്തി. തൊട്ടടുത്ത് വഞ്ചിയുമായി മീൻ പിടിക്കുകയായിരുന്ന നെടുമ്പാൾ സ്വദേശി ചെമ്പിരി മോഹനാണ് കുട്ടികൾ അടക്കമുള്ളവരെ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. നെടുമ്പാൾ സ്വദേശി പറയൻകുളമ്പ് രാജ്കുമാർ, 11 വയസ്സുള്ള മകൾ ആർഷ, രാജകുമാറിൻ്റെ ഭാര്യ സഹോദരിയുടെ മക്കളായ 15 വയസ്സുള്ള അനുപമ, 4 വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്.
ശനിയാഴ്ച രാവിലെ 10 മണിയോടെ കോന്തിപുലം പാടത്തെ മണ്ണെടുത്ത കുഴിയിലായിരുന്നു അപകടം. 7 പേരാണ് പാടത്തെത്തിയത്. രാജകുമാറും കുട്ടികളും മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന ചെറിയ ഫൈബർ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. 15 അടിയിലേറെ താഴ്ചയുള്ള വെള്ളക്കെട്ടിൻ്റെ നടുഭാഗത്തെത്തിയ സമയത്ത് കാറ്റിൻ്റെ ശക്തിയിലുണ്ടായ ഓളത്തിൽ വഞ്ചി മറിയുകയായിരുന്നു. 4 പേരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ട് കരയിലിരുന്നവർ ഒച്ചവെക്കുകയായിരുന്നു. തൊട്ടടുത്ത് വഞ്ചിയുമായി മീൻ പിടിക്കുകയായിരുന്ന നെടുമ്പാൾ സ്വദേശി ചെമ്പിരി മോഹനൻ ഇവരുടെ കരച്ചിൽ കേട്ട് പാഞ്ഞെത്തി മുങ്ങിപ്പോയ കുട്ടികളെയും രാജകുമാറിനെയും രക്ഷിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു. മോഹനൻ്റെ സംയോജിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. 4.5 പതിറ്റാണ്ടായി കോന്തിപുലം പാടത്ത് നെൽകൃഷി ചെയ്യുന്ന കർഷകനാണ് 62-കാരനായ മോഹനൻ. ദിവസവും രാവിലെ പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചിയുമായി എത്തി മീൻ പിടിക്കാൻ വല വീശിയ ശേഷം വിശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. 4 പേരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ മോഹനെ കർഷക കൂട്ടായ്മയും നാട്ടുകാരും അഭിനന്ദിച്ചു. കല്ലൂർ മുട്ടിത്തടി ശക്തി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമവും കലശാഭിഷേകവും വിശേഷാൽ തന്ത്രി പൂജയും നടത്തി. ക്ഷേത്രം മേൽശാന്തി ബിജു പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. പൊങ്കാല സമർപ്പണവും ഉണ്ടായിരുന്നു. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. വൈകിട്ട് ചുറ്റുവിളക്കും നിറമാല പൂജയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ശിവൻ അന്തിക്കാടൻ, സെക്രട്ടറി പൃഥ്വിരാജ് പുന്നക്കത്തറയിൽ, ട്രഷറർ രവീന്ദ്രൻ മുല്ലക്കര എന്നിവർ നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തിയ 150ാമത് ക്യാമ്പിന് PR അഞ്ജു, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, KV രാമജയൻ, P പങ്കജാഷൻ, അനിൽ വടക്കേടത്ത്, സജീവ് K മേനോൻ എന്നിവർ നേതൃത്വം നൽകി. 66 പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ നിന്നും 44 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തിരഞ്ഞെടുത്തു. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. വരന്തരപ്പള്ളി ഫിലിം കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 4ാമത് വരന്തരപ്പള്ളി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഏപ്രിൽ 29, 30, മെയ് 1 തീയതികളിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കും. പ്രവേശനം സൗജന്യമായിരിക്കും. ഉയർന്ന താപനില മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ച വരെ കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കനത്ത ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് മഴയെത്തുമെന്നും അറിയിപ്പുണ്ട്. അടുത്ത 5 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച പാലക്കാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലൊഴികെ മഴയെത്തും. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഗ്രന്ഥകാരനായ സുകുമാർ അഴീക്കോടിന്റെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ മെയ് 12-ന് തൃശൂരിൽ വെച്ച് പൊതുജനങ്ങൾക്ക് മലയാളത്തിൽ അഖില കേരള അഴീക്കോട് സ്മാരക പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. നവഭാരത സൃഷ്ടിക്ക് ജനാധിപത്യ ശുദ്ധീകരണത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തിലാണ് പ്രസംഗ മത്സരം നടത്തുന്നത്. 1ാം സ്ഥാനത്തിന് 10,000 രൂപയും 2ാം സ്ഥാനത്തിന് 5,000 രൂപയും 3ാം സ്ഥാനത്തിന് 3,000 രൂപയും വിജയികൾക്ക് സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ 8075572727. കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് കിലെ സിവിൽ സർവീസ് അക്കാദമിയിൽ പ്രിലിമിനറി മെയിൻ പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷിക്കാം. യോഗ്യത ബിരുദം. ആശ്രിതത്വ സർട്ടിഫിക്കറ്റിനായി ക്ഷേമ ബോർഡിന്റെ എല്ലാ രേഖകളുമായി പൂത്തോൾ മാർസ് കോംപ്ലക്സിലുള്ള കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ ഹാജരാകണം. അവസാന തീയതി ഏപ്രിൽ 20. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477238494. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിലെ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കും തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി തുടർ പരിശീലനം സംഘടിപ്പിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സംശയ ദൂരീകരണത്തിനും പൊതുവായി കണ്ടുവരുന്ന തെറ്റുകൾ ഒഴിവാക്കുന്നതിനുമാണ് തുടർ പരിശീലനം നടത്തുന്നതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,805 രൂപ, പവന് 54,440 രൂപ.
പറപ്പൂക്കര ഗവൺമെന്റ് സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ കാട്ടാലപ്പറമ്പിൽ ശേഖരൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരാതിയായ സുശീലയാണ് ഭാര്യ. ആശ, മധു, പ്രിയ, അനി എന്നിവർ മക്കളും. മുരളി, സതീഷ്, അമ്പിളി, പരേതനായ രാജീവ് എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് പകലോമറ്റം പണ്ടാരി പരേതനായ വറീദ് ഭാര്യ അന്നമ്മ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. എൽസി, ജോസ്, തോമസ്, ജോണി, ഡേവിസ്, ജോയി, സീന, പരേതയായ മേരി എന്നിവർ മക്കളും. ഫ്രാൻസിസ്, ആനി, ഷോബി, ആനി, മീന, ആൻസി, ഡേവിസ്, പരേതനായ ദേവസി എന്നിവർ മരുമക്കളുമാണ്. വെണ്ടോർ ചുങ്കം നെടുമ്പറമ്പിൽ പരേതനായ ശങ്കരൻ ഭാര്യ കാർത്യായനി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജൻ, ദാസൻ, സരസൻ, ശൈലജ എന്നിവർ മക്കളും. ഗിരിജ, മണി, സുനന്ദ, നന്ദനൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃശൂർ പൂരം ആനകൾക്കുള്ള പട്ടയും കുടമാറ്റത്തിന്റെ കുടയും പോലീസ് തടഞ്ഞു. ദൃശ്യങ്ങൾ പുറത്ത്. കാവലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വനിതകൾക്കും കുട്ടികൾക്കുമായി നടത്തുന്ന സെൽഫ് ഡിഫൻസ് പരിശീലന ക്യാമ്പിന് തുടക്കമായി. നെടുമ്പാൾ കോന്തിപുരം പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചിമറിഞ്ഞു മുങ്ങിപ്പോയ 4 പേരെ കർഷകൻ രക്ഷപ്പെടുത്തി. നെടുമ്പാൾ സ്വദേശി ചെമ്പിരി മോഹനാണ് കുട്ടികൾ അടക്കമുള്ളവർക്ക് രക്ഷകനായത്. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കനത്ത ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് വേനൽ മഴ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.